റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. നിരോധിത പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിന് പിന്തുണ നൽകി 60 പേരെ വിചാരണ ചെയ്യാൻ തീരുമാനിച്ച UK. ഗാസയിലെ ഇസ്രായേൽ വംശഹത്യയിൽ പ്രതിഷേധിച്ചതിന് കഴിഞ്ഞ മാസം പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടന എന്ന് ആരോപിച്ച് നിരോധിച്ചിരുന്നു. ജൂലൈ 7 സംഘടന നിരോധിച്ചത്. അന്നു മുതൽ സമാധാനപരമായി പ്രതിഷേധം സംഘടിപ്പിച്ച 700ഓളം പേരെ തടവിലാക്കിയിരുന്നു. പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ പിന്തുണച്ച് ബോർഡ് ഉയർത്തിയതിന് കഴിഞ്ഞ ആഴ്ച മാത്രം 522 പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇത്രയും അധികം പേർ അറസ്റ്റിലാകുന്ന ആദ്യ സംഭവമാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘടന നിരോധിച്ചതിനെതിരെ ഐക്യരാഷ്ട്രസഭ, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നടപടിയെന്നാണ് അതിനെ സംഘടനകൾ വിശേഷിപ്പിച്ചത്. എന്നാൽ കൂടുതൽ പേരും വരും ആഴ്ചകളിൽ വിചാരണ ചെയ്യുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയറക്ടർ സ്റ്റീഫൻ പാർക്കിൻസൺസ് അറിയിച്ചു. പാലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ധാരണയുണ്ടാകണമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അലാസ്കയിൽ US പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു. യുക്രൈൻ റഷ്യ വെടിനിർത്തൽ നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കൂടിക്കാഴ്ചയിൽ വിഷയത്തിൽ യാതൊരു ധാരണയും ഉണ്ടായില്ല എന്നാണ് വിവരം. അതേസമയം 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലിനായുള്ള അന്തിമ കരാറിലെത്തിയില്ലെങ്കിലും പല കാര്യങ്ങളിലും ധാരണയായെന്നും ട്രംപ് അറിയിച്ചു. ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ ലക്ഷ്യം കാണാനാകുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചർച്ചയിലെ ധാരണകളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്നും അതിനുശേഷം തുടർ നടപടിയെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ധാരണകൾ എന്തെല്ലാം വന്ന കാര്യത്തിൽ ഇരുവരും വ്യക്തത വരുത്തിയിട്ടുമില്ല. യുക്രൈൻ സഹോദര രാജ്യമെന്നായിരുന്നു പുടിന്റെ പ്രതികരണം. എന്നാൽ വിഷയത്തിൽ റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് പറഞ്ഞ പുടിൻ ചർച്ച തുടരുമെന്ന് വ്യക്തമാക്കി. ചർച്ചയിലെ പുരോഗതി ഇല്ലാതാക്കും വിധത്തിലുള്ള നീക്കങ്ങൾ യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്ക പരിഹരിക്കപ്പെടണം. അതിലൊന്ന് സെലൻസ്കി സർക്കാരാണെന്നും പുടിൻ പറഞ്ഞു. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അലാസ്കയിൽ നടന്ന ചർച്ചയിൽ ട്രംപിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോപ്പ് എന്നിവരും പങ്കെടുത്തു. അടുത്ത ചർച്ച മോസ്കോയിലാകാമെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്റർ വിവാദത്തിൽ. സവർക്കറേയും ഉൾക്കൊള്ളിച്ചാണ് മന്ത്രാലയം പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. മഹാത്മാഗാന്ധിക്കും സുഭാഷ് ചന്ദ്രബോസിനും ഭഗത് സിംഗിനൊപ്പമാണ് സവർക്കറും പോസ്റ്ററിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഗാന്ധിക്കും മുകളിലായിട്ടാണ് പോസ്റ്ററിൽ സവർക്കറുടെ സ്ഥാനം. സ്വാതന്ത്ര്യം അവരുടെ സമ്മാനമാണ്, ഭാവി രൂപപ്പെടുന്നതാണ് നമ്മുടെ മിഷൻ എന്നാണ് പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറിപ്പ്. പോസ്റ്ററിൽ നെഹ്റുവിനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രത്തിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ വ്യക്തിയാണ് സവർക്കർ എന്ന വിമർശനം BJPക്കെതിരെ നിരന്തരം ഉയരുമ്പോഴാണ് ഈ പോസ്റ്റർ വരുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് പിൻവലിച്ചിട്ടുമില്ല. ചരക്ക് സേവന നികുതി GST 2 സ്ലാബുകൾ മാത്രമേ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST നിരക്കുകൾ കുറയ്ക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. 5-18 എന്നിങ്ങനെ 2 സ്ലാബുകളിലായി ചരക്ക് സേവന നികുതി കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ നിലവിൽ 28% GST ഉള്ള 90% വസ്തുക്കളും 18% വന്നേക്കും. നിലവിൽ 12% GST ഉള്ള 99% വസ്തുക്കളും 5% വരുമെന്നാണ് വിവരം. സിഗരറ്റ്, പുകയില തുടങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് 40% നികുതി വരുന്ന പ്രത്യേക സ്ലാബും വന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം നികുതി ഘടന പരിഷ്കരിച്ചാലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയുടെ പരിധിക്ക് പുറത്തു തന്നെ തുടരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയവും വ്യാജ വോട്ട് ചേർക്കൽ ആരോപണവും സംബന്ധിച്ച് LDFും UDF നേതൃത്വവും അന്വേഷണം തുടരുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ കുടുംബവും ഡ്രൈവറും അടക്കമുള്ളവരെ തൃശൂർ മണ്ഡലപരിധിയിലേക്ക് താമസം മാറ്റിയതിന്റെ തെളിവുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ BLOമാരിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ അസ്വാഭാവിക നീക്കങ്ങളുമാണ് ഇതിന് അടിസ്ഥാനമായി LDF UDF മുന്നണികൾ കാണുന്നത്. തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അന്തിമഘട്ടത്തിൽ നടത്തിയ പേര് ചേർക്കലിൽ സംശയമുണ്ടെന്നും മിക്കവരും ഇവിടുത്തെ താമസക്കാരില്ലെന്നും BLOമാർ അറിയിച്ചെങ്കിലും അത് ഉന്നതാധികാരികൾ അവഗണിച്ചു. ഇല്ലാത്തവരുടെ പേര് ചേർക്കാനാവില്ലെന്ന് നിലപാടെടുത്ത വനിതാ BLO അപ്പോൾ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപേക്ഷിച്ചവരെല്ലാം പട്ടികയിൽ ഉൾപ്പെടുത്താനായിരുന്നു ഉന്നതതല നിർദ്ദേശമെന്ന് ചില BLOമാർ രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇക്കാര്യം ചോർന്നു കിട്ടിയപ്പോൾ UDFും LDFും ജില്ലാ ഭരണാധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. UDFിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള TN പ്രതാപൻ 2024 ഏപ്രിൽ 14 LDFിന്റെ ചുമതലയുണ്ടായിരുന്ന KP രാജേന്ദ്രൻ ഏപ്രിൽ 15 നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായിരുന്ന VR കൃഷ്ണതേജ പരാതികൾ പരിഗണിച്ചതേയില്ല. ഇങ്ങനെയുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇരുമുന്നണികളും പ്രതീക്ഷിക്കുന്നത്.
സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ ഒരുക്കിയ അറ്റ് ഹോം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും. സർക്കാർ പ്രതിനിധിയെ ചീഫ് സെക്രട്ടറി മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രമുഖ BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗവർണർ സർക്കാർ പോര് തുടരുകയാണ്. ഇതിനിടെയാണ് ഗവർണർ സംഘടിപ്പിച്ച ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും ഗവർണർ രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കാറുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കുക പതിവാണ്. കാവിക്കുടി ഏന്ത്യ വനിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പിന്നാലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടും സർക്കാർ ഗവർണർ പോര് മുറുകുകയാണ്. ഇതിനിടെയാണ് ഗവർണറുടെ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മനഃപൂർവ്വം വിട്ടുനിന്നതെന്നാണ് വിവരം. കായിക വിശേഷങ്ങൾ. വിരാട് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും വിരമിക്കലിൽ BCCI കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം കാഴ്സൺ ഗാവറി. BCCIയുടെ രാഷ്ട്രീയ കളിയാണ് ഇവരുടെ വിരമിക്കലിന് പിന്നാലെ എന്ന് ഗാവറി തുറന്നടിച്ചു. കോഹ്ലിക്ക് കുറച്ചുകാലം കൂടി ടെസ്റ്റിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ വിരമിക്കാൻ ആരോ താരത്തിന് നിർബന്ധിച്ചതാണെന്നും മുൻ ഇന്ത്യൻ പേസർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. മോശം ഫോം മൂലം വലഞ്ഞ ഇരുവരും ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുന്നോടിയ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. IPL-നിടെയായിരുന്നു ക്രിക്കറ്റ് ആരാധകരെ വിഷമത്തിലാക്കിയ തീരുമാനങ്ങൾ ഇരുവരും എടുത്തത്. ഇരുവരെയും BCCI നിർബന്ധിച്ച് വിരമിപ്പിച്ചതാണ് എന്ന് മുന്നേ വാർത്തകളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഗാവറിയുടെ ഈ വെളിപ്പെടുത്തൽ. BCCIക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും വേണ്ടി ഇത്രയധികം മഹത്തായ കാര്യങ്ങൾ ചെയ്ത രണ്ട് മഹാന്മാരായ താരങ്ങൾക്ക് തീർച്ചയായും ഗ്രാൻഡായ ഒരു യാത്രയപ്പ് തന്നെ നൽകണമെന്നായിരുന്നു ഗാവറി പറയുന്നത്. ഇതെല്ലാം BCCIയിലെ രാഷ്ട്രീയ കളികൾ മാത്രമാണ് എന്ന് ഗാവറി തുറന്നടിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് തുടക്കം കുറിച്ചു. ആദ്യ മത്സരത്തിൽ ലിവർപൂൾ ബോൺമൌത്തിനെ 2-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ നേടിയ 2 ഗോളുകൾക്കാണ് ലിവർപൂൾ വിജയം സ്വന്തമാക്കിയത്. ലിവർപൂളിന് വേണ്ടി എക്കിച്ചിക്ക്, ക്യാപ്കോ, സല എന്നിവർ ഗോളുകൾ നേടിയ ശേഷം വാഹനാപകടത്തിൽ മരിച്ച സഹതാരം ഡിയാഗോ ജോട്ടയ്ക്ക് ആദരവർപ്പിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വൻതുകയ്ക്ക് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.